അങ്ങനെ നമ്മുടെ അജയ് മുത്തശ്ശിയുടെ മുന്നിൽ കുടുങ്ങുകയാണ്. മുത്തശ്ശി പറയേണ്ട അജയിനോട് മോതിരം മാറാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അജയ് പണ്ടേത് അവന് കല്യാണം നിശ്ചയം കഴിഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. പള്ളിയിൽ വെച്ചിട്ട് അവൻ മോതിരം ഇട്ട് കൊടുത്തതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അവൻ മോതിരം ഇട്ട് കൊടുത്തേ പറ്റൂ അഞ്ജനയുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മുത്തശ്ശിയും കൂടി അവന് എതിരാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അജയ് നമ്മുടെ അഞ്ജനയുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും എൻഗേജ്മെൻറ്റ് കഴിയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയേണ്ട സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഐഡിയ മുഴുവനും നമ്മുടെ അഞ്ജനയുടെ ആണെന്ന് പറയേണ്ട. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അജയനാണെങ്കിലോ വല്ലാത്ത ദേഷ്യം വന്നിട്ട് നീട്ട് പോകുന്നുണ്ട് ഉള്ളിൽ പോയിട്ട് നമ്മുടെ അജയ് അവൻ്റെ അമ്മോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല അമ്മേ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല അഞ്ജനേനെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അജയുടെ അമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. അജയ് പറയും അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അഞ്ജനയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട് അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുകൊണ്ട്. അവൾ വേഗം അവളുടെ അമ്മയെ പോയിട്ട് ഓടിപ്പിടിച്ച് കെട്ടിപ്പിടിക്കേണ്ട ഭവാനി, എന്നിട്ട് വട്ടം കറക്കണ്ടേ, എന്നിട്ട് പറയേണ്ട അമ്മേ ഇനി അവൻ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭവാനി പറയേണ്ട അതിനുള്ള അവസരം നമ്മൾ അവന് കൊടുക്കാതിരുന്നാൽ പോരെ, ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ സൈഡിലാണ്, എന്തായാലും എല്ലാവരുടെ സപ്പോർട്ട് കൂടിയിട്ട് ഞാൻ നിൻ്റെ കല്യാണം നടത്തിയെടുക്കും, ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും എന്ന് പറയണ്ടേ. എന്തായാലും എന്നിട്ട് അവനെ ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ട് ഇവിടെ ഞാൻ കെട്ടിയിടും ഈ വീട്ടിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ അഞ്ജനോട്. എന്തായാലും അഞ്ജനയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ അജയ് ഇങ്ങനെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അവൻ്റെ അമ്മയ്ക്ക് എന്തായാലും അവന് വല്ലാതെ വിഷമിച്ചിരിക്കണ കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഇനി എന്താ മോനെ ചെയ്യാന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ അജയ് പറയുന്നുണ്ട്, അമ്മ ഇതാലോചിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട, ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് ഇറങ്ങിപ്പോണ്ട്. അജയ് ഇറങ്ങിയൊക്കെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മുടെ ഭൂമിയെ കാണുന്നുണ്ട്. എന്തായാലും അജയ് നമ്മുടെ ഭൂമിയോട് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.